അസ്സലാമലൈക്കും മക്കളെ, സുഖനിലെല്ലാവർക്കും. ഇന്ന് നമുക്ക് പൊടികളൊന്നും ചേർക്കാതെ നമുക്ക് ചെറിയൊരു മോര് കാച്ചിട്ട് എടുക്കാം. നമുക്ക് മോര് കാച്ച പാത്രം വെക്കാം. എല്ലാവർക്കും എളുപ്പത്തിന് നമുക്കൊരു ചോറ് വെച്ചാൽ ഒരു മീനോ ചിക്കനോ ബീഫോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊരു മോര്, ഗൾഫിലായവർക്കും നാട്ടിലത്തവർക്കും എളുപ്പത്തിൽ നമുക്ക് മോര് കാച്ചിട്ട് എടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. രസം കിട്ടല് വെളിച്ചെണ്ണ മോര് കാച്ചുന്നതിന്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇത് ഇളക്കാം. അതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ഇടാം. 3 പച്ചമുളക്, ഒരു 6 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, അതും കൂടി നന്നായി ഒന്ന് വാട്ടാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു 10 പീസ്, ചെറിയ ഉള്ളി 10 കഷ്ണം ചെറിയ ഉള്ളി 10 എണ്ണം എടുത്ത് നന്നായി ചെറുതായി മുറിച്ച്. ചെറിയ ഉള്ളി തന്നെ ഇടണം, മറ്റേ നീരുള്ളി ഇടാൻ പാടില്ല. ചെറിയ ഉള്ളി നമുക്ക് എളുപ്പത്തിൽ ഗൾഫിലായവർക്കും നാട്ടിലത്തവർക്കും വേഗം എളുപ്പത്തിൽ പൊടികളൊന്നും ചേർക്കാൻ പറ്റാത്ത ഒരു എളുപ്പത്തിൻ്റെ ഒരു കറി നമുക്ക് ചോറിന്. ഒന്നും വേണ്ട, ഒരു മുട്ട ആംപ്ലേറ്റോ ഒരു അച്ചാറോ എന്തെങ്കിലും ഒന്നും മതിയില്ല. അപ്പുറം 7 ദിവസം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിലേക്ക് നമുക്ക് 3 ഉണക്കമുളക് നന്നായി മുറിച്ച് വെച്ചത്, 3 ഉണക്കമുളക് നന്നായി മുറിച്ച് വെച്ചത്, നന്നായി അത് പൊരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലൊന്നും ഒരു പൊടികളും ഇതിൽ ചേർക്കേണ്ട. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം മതി. എളുപ്പത്തിൽ നമുക്കൊരു ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചിക്കനും ബീഫും എല്ലാം കഴിക്കുന്നത്. അപ്പോൾ പൊടികൾ ചേർക്കാതെ കുറേ കറികൾ ഞാൻ ഇന്ന് ഓരോ ദിവസമായിട്ട് ഇട്ട് തരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായി വാടി ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഉലുവ, കടുക് എല്ലാം കൂടി ഒന്ന്, പച്ചമുളക്, ഇഞ്ചി എല്ലാം, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വാടി അതിലേക്ക് നമുക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പ് നന്നായി ഒന്ന് ഇളക്കാം. നന്നായി എല്ലാം കൂടി വാടി എന്ന് നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ തൈരും അതേ അനുസരിച്ച് 1/2 ലിറ്റർ വെള്ളവും അത് നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. അടിപൊളിയായ മോര് കാച്ചിയത് ഇപ്പോൾ റെഡിയാവും. അതിലേക്കിപ്പോൾ ഇനി 2 സാധനം നമുക്ക് ചേർക്കാനുണ്ട്. ഇത് മോര് പോർന്നാൽ പിന്നെ നമുക്ക് ചെറിയ തീയില ഇളക്കിക്കൂടും, അല്ലെങ്കിൽ പിരിയും മോര്. പിന്നെ ചെറിയ തീയിലെ നമുക്ക് ഇളക്കിക്കൂടും. അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും പാകത്തിന് ഇടണം. ഉപ്പ് 1 സ്പൂണിട്ട് ആവശ്യത്തിനിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കണ്ടൂ. ഒരു പൊടികളും ചേർക്കണ്ട. നന്നായി തീ കുറച്ച് വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ചൂടാവണം. നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മക്കളെ, നമ്മളിതാ അടിപൊളി മോര് കാച്ചത് റെഡിയായിയുടെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ഗൾഫിലായാലും നാട്ടിലായാലും എല്ലാവർക്കും, വേഗം ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും വേഗം പണി തീർത്തിട്ട് ജോലിക്ക് പോവുക. എളുപ്പത്തിൽ 5-6 ദിവസം 7 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. ഒരു ആംപ്ലേറ്റോ ഒരു അച്ചാറോ ഒരു ഉണക്ക് പൊരിച്ചതോ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഒന്ന് മതി ഇതിലേക്ക്. അതുകൊണ്ട് നമ്മളെ മോര് കാച്ചി റെഡിയായി. ഇനി നമുക്ക് ഉണക്ക് പൊരിക്കാം. മക്കളെ, നമുക്ക്
മോര് കറിക്ക് നല്ല അടിപൊളിയായിട്ട് ഉണക്ക മുള്ളം പൊരിക്കുക. അതാ എണ്ണ ഒഴിക്കുന്ന ഉണക്ക മുള്ളം പൊരിക്കുക. നല്ല മോര് കറിക്ക് അടിപൊളിയാണ് ഉണക്ക പൊരിക്കുന്നത്. നല്ല മുളക് തേച്ചിട്ട് വെച്ചിന് അടിപൊളിയായിട്ട് നമുക്ക് പൊരിക്കാം. എല്ലാവരും മോര് കറി വെച്ച് നോക്കണം, എളുപ്പ കാര്യമാണ്. പിന്നെ കമൻറ്റിൽ പറഞ്ഞിരുന്നു പൊടികൾ കുറച്ച് പിന്നെ കറികൾ വെക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഓരോരോ കറി ഓരോ ദിവസം ഞാൻ വെച്ച് കാട്ടിക്കാം, പൊടികളൊന്നും ഇല്ലാത്ത എളുപ്പ കാര്യത്തിൽ. മക്കളെ നമ്മൾ ഉണക്കമുള്ള റെഡിയായി. ഒന്ന് മറിച്ച് വെട്ട് റെഡിയായി. മക്കളെ നമുക്കങ്ങനെ പൊള്ളുന്ന ചോറ്, ഇതാ പൊള്ളുന്ന ചോറ്, നല്ല അടിപൊളി മോര് കാച്ചിയ കറി, ഒരു പൊടികളില്ലാത്ത നമുക്ക് എളുപ്പ കാര്യത്തിൽ ഒരു അച്ചാറും ഒരു ഉണക്ക് വറുപ്പൊരിച്ചതും ഉണക്ക് പൊരിച്ച് ബീഫിൻ്റെ അച്ചാറ്. ഇതാ എന്താ അടിപൊളി അടിപൊളി ചോറ്, നമ്മളെ മോര് കാച്ചിയത്, ഉണക്ക് പൊരിച്ചത്, ബീഫ് അച്ചാറ്. അടിപൊളിയല്ല മക്കളെ, ചൂടോടെ ബീഫ് അച്ചാർ തന്നെ മതി. ഈ മോര് കറിയും ബീഫ് അച്ചാർ തന്നെ മതി, നമുക്ക് ചോറ് നല്ലോണം വയ്ക്കാൻ പറ്റും. പിന്നെന്ത് മക്കളെ, സുഖനല്ല എല്ലാവർക്കും ചോറ് വയ്ക്കാൻ വരുന്നതാണെന്നോ, നല്ല പൊള്ളുന്ന ചോറും മോര് കാച്ചിയതും. പിന്നെ വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളോട്, എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം മക്കളെ. അസ്സലാമു അലൈക്കും.